കാക്കനാട് MDMA പിടികൂടിയ കേസിൽ അന്വേഷണം വീണ്ടും സിനിമാ മേഖലയിലേക്ക് നീളുന്നു. പ്രതിയും മോഡലുമായ കല്യാണി സിനിമാ പ്രവർത്തകരുമായി ലഹരി ഇടപാട് നടത്തിയിരുന്നുവെന്നാണ് വിവരം. ആർക്കൊക്കെ ലഹരി കൈമാറിയെന്നറിയാൻ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യും. കാപ്പ കേസ് പ്രതി ഉനൈസ്, കല്യാണി എന്നിവരെ ഇന്നലെയാണ് 20 ഗ്രാം MDMA-യുമായി ഡാൻസ് ഓഫ് സംഘം പിടികൂടിയത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, കല്യാണി MDMA-യുമായി പിടികൂടിയത് വീണ്ടും ഈ ലഹരിയുടെ ഉറവിടം തേടി അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ വേരുകൾ തേടി സിനിമാ മേഖലയിലേക്ക് തന്നെ അന്വേഷണ സംഘം കടക്കുന്നു എന്നുള്ള സൂചനകൾ കൂടിയാണ്. അപ്പോൾ ഇന്ന് ഇവരെ ചോദ്യം ചെയ്യുന്നത് വളരെ നിർണായകമാകും. ഇന്നലെയാണ് കാക്കനാട് ഇടച്ചിറക്കി സമീപമുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നും 20 ഗ്രാം MDMA-യുമായി ഡാൻസ് ഓഫ് സംഘം ഇവരെ പിടികൂടുന്നത്. തൃക്കാക്കര സ്വദേശിയായ ഉനൈസും ഒപ്പം ആലപ്പുഴ ചിങ്ങോലി സ്വദേശിയായ കല്യാണി എന്നിവരെയാണ് MDMA-യുമായി ഇന്നലെ പിടികൂടിയിട്ടുള്ളത്. കാപ്പാപ്പ് നിയമപ്രകാരം നടപടിയെടുത്തിട്ടുള്ള ഉനൈസ് നിരവധി കേസുകളിലെ പ്രതിയാണ്. കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് DCP-മാരായ അശ്വതി ജിജി, ജുവലപ്പൊടി മഹേഷ് എന്നിവരുടെ മേൽനോട്ടത്തിലുള്ള നാർക്കോട്ടിക് സെല്ല് ഇവരെ കഴിഞ്ഞ ദിവസം പിടികൂടുന്നത്. ഈ കേസിൽ ഇപ്പോൾ സിനിമാ മേഖലയിലേക്ക് കൂടി അന്വേഷണം നീട്ടാനുള്ള ഒരു തീരുമാനം പോലീസ് എടുത്തിരിക്കുന്നത്. പ്രതിയായ കല്യാണി സിനിമാ പ്രവർത്തകരുമായി ലഹരി കച്ചവടം അല്ലെങ്കിൽ ലഹരി ഇടപാട് നടത്തിയിരുന്നുവെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ ആർക്കൊക്കെയാണ് ഇവർ ലഹരി കൈമാറിയതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വീണ്ടും ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. കല്യാണിയുടെ പേരിൽ ചേർത്തലയിലും NDPS കേസ് ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മോഡലായ കല്യാണി സിനിമാ പ്രൊമോഷൻ രംഗത്തും വളരെ കാലങ്ങളായി സജീവമാണ്. വിവിധ സ്ഥലങ്ങളിൽ വാടകയ്ക്ക് ഫ്ളാറ്റ് എടുത്തായിരുന്നു ഇവർ ലഹരി ഇടപാടുകൾ നടത്തിയിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. ഇവരുടെ വാട്സ്ആപ്പ് ചാറ്റുകളും ഇവരുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും അടക്കം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അപ്പോൾ സിനിമാ മേഖലയിലുള്ള പലരുമായി ഇവർ ഇത്തരത്തിൽ ലഹരി കച്ചവടം നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങി അതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ പരിശോധനകളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. ശരി, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.